ഈ അടിക്കുള്ള കൊതുക് കൂടെ ഉണ്ടോ മുരുക? തുടങ്ങി അവൻ അസുഖം. മുരുക, അടിച്ചു കൊല്ലാൻ കൊതുകല്ലാതെ ചോര ഊറ്റി കൊടുക്കുന്ന വേറൊരു ജന്തുണ്ട് ഇവിടെ. ഒന്ന് മുറുക്കുന്നോ പോറ്റിക്കുഞ്ഞെ? ആ തിരുവാഹം നടച്ചു കിട്ടാനാ. അതെ, അവനവന്റെ വായിലോട്ട് ചുരുട്ടി മടക്കിയിട്ട് അങ്ങ് ചവച്ചോണ്ടാ മതി. മുരുകന് മുറുക്കണോ? മുരുകനെ മുറുക്കണം. കൊതുകടി തുടങ്ങി. തന്റെ ഇടയ്ക്കലിട്ട് നക്കിനക്കെന്ന് അടിക്കണോ അല്ലേ? ഇതാ മുരുക, നീ ആകെ എത്ര കൊല്ലം ഭ്രാന്താശുപത്രി കടന്നിട്ടുണ്ട്? നല്ല ഓർമ്മയില് 5 വർഷം. എന്നിട്ട് നാഗരൂരിലുള്ള നിന്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ലേ നിന്നെ കൊണ്ടുപോകാൻ? പോറ്റി, ഒരു തവണ വട്ട് വന്ന പിന്നെ നാട്ടുകാർക്കും വീട്ടുകാർക്കും എന്നും അവൻ വട്ടനാ. ഒരിക്കല് ആശുപത്രിയിൽ മന്ത്രി വന്നപ്പോ ഇവിടത്തെ അണ്ണനും കൂടി വന്നിരുന്നു ഫോട്ടോ എടുക്കാൻ. നമ്മുടെ അനിയൻകുട്ട അണ്ണൻ. എന്നെ കണ്ടപ്പോ ഒരു സിമ്പതി. കൂടെ വരുന്നോന്ന് ചോദിച്ചു. റെഡി എന്ന് ഞാനും പറഞ്ഞു. മോട്ടോർ സൈക്കിളിൽ കയറി ഒറ്റ വരവ്. ഇവിടെ വന്നതും ഒരു സൈക്കിളും ഒരു പത്രക്കെട്ടും എടുത്ത് തന്നു. അങ്ങനെ ഞാൻ ഏജന്റായി. വൈ മുരുകൻ, മലയാള ശബ്ദം ഏജന്റ്. എന്തായിരുന്നു നിന്റെ അസുഖം? ജലദോഷവും വയറ്റിളക്കവും. ഭ്രാന്താശുപത്രി കിടന്നുകൊണ്ട് രോഗം എന്തെന്ന് ചോദിക്കുന്ന ജന്തു അല്ല പോറ്റി, മാരാര് ചോദിക്കുന്നതിൽ ഒരു വലിയ കാര്യമുണ്ട്. ഭ്രാന്തിൽ പല വെറൈറ്റി ഉണ്ട്. എവിടെ നോക്കിയാലും കൊതുക്. അതായിരുന്നു എന്റെ ഭ്രാന്ത്. പക്ഷെ ഇപ്പൊ അതെല്ലാം മാറി. പുലിക്കൊതു. മുരുകൻ പറഞ്ഞത് ശരിയാ, കംപ്ലീറ്റ് മാറി. എന്താ? ആഫ്രിക്കൻ പുലിക്കൊതു. ആഫ്രിക്കൻ മങ്കി. പരീതുമാരുടെ പടനിലങ്ങൾ. ഇക്കടെ പടമുണ്ടോ? ആരാണടാ ഇതൊക്കെ എഴുതുന്നത്? ഹലോ, മലയാളം ശബ്ദം. എന്റെ പേര് രവിവർമ്മ. ഞാനാ തന്നെ കുറിച്ച് പത്രത്തിൽ എഴുതിയത്. ഓഫീസിൽ ഫോൺ ചെയ്ത് താൻ വിരട്ടിന്ന് കേട്ടു. എന്റെ കൈ ഒടിക്കുന്നോ കാലൊടിക്കുന്നോ ഒക്കെ പറഞ്ഞ്. അതാണ് നമ്മുടെ തൊഴില്. എഴുത്താ എന്റെ തൊഴില്. ഞാൻ എഴുതണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാ, അല്ല തെരുവിൽ കിടക്കുന്ന പരീതുമാരല്ല. കത്തി കയ്യിന്ന് പോകുമ്പോ അള്ളാഹുവിനെ വിളിച്ചിട്ട് കാര്യമില്ലടാ. കുത്തിയാ കുത്തുകൊള്ളും. അത്രേ ഉള്ളു. ഇതൊക്കെ കുത്തുന്നില്ല. അതെന്റെ തൊഴിലല്ല. എഴുത്താ എന്റെ തൊഴില്. അതെങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയാം. നാട്ടുകാരുടെ ചോര ഊറ്റി കുടിച്ച് വീർക്കുന്ന നാട്ടുപ്രമാണിമാരുടെ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയല്ല ഞാൻ എഴുതുന്നത്. ആ നാറികൾക്ക് വേണ്ടി കൊള്ളിയൊപ്പം കൊലയും നടത്തുന്ന നീയാണോടാ അള്ളാഹുവിനെ വിളിക്കുന്നത്? നീ വിളിച്ച അള്ളാഹു കേൾക്കില്ല. എന്റെ അക്ഷരങ്ങളുണ്ടടാ അള്ളാഹു. ഇതൊക്കെ നിർത്തി 5 നേരം നിസ്കരിച്ചിരുന്ന അള്ളാഹുവിനെ വിളി. അള്ളാഹു വിളിയേക്കും. മരീതുമാരുടെ പടനിലങ്ങള്.
എ ജേർണലിസ്റ്റ്, നോട്ട് എ സ്ട്രീറ്റ് ഫൈറ്റർ. അപ്പേട്ടൻ ഈ കാര്യം മുത്തശ്ശിയുടെ മുമ്പിൽ ഊതി പെരുപ്പിക്കൊന്നും വേണ്ട. മുത്തശ്ശി, കൊല്ലാൻ വരുന്ന പരീതിനോട് ഞാൻ എഴുത്തുപുര വീട്ടിലേതാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ നാട് പോലൊരു കോളം കൈകാര്യം ചെയ്യുന്ന ഒരു ജേർണലിസ്റ്റിന് ഇത്തരം സംഭവങ്ങളൊക്കെ നേരിടേണ്ടി വരും. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാ ക്യാമറയും തൂക്കിയിട്ട് അലിഞ്ഞു തിരിഞ്ഞറിഞ്ഞ് ഇത്രയും റീഡർഷിപ്പ് ഉള്ള ഒരു കോളം ഞാൻ കൈകാര്യം ചെയ്യുന്നത്. നീ ഇനി ആ കോളം കൈകാര്യം ചെയ്യണ്ട. അത് പത്രാധിപരായ നമ്മുടെ അച്ഛൻ തീരുമാനിച്ചോളും. എനിക്ക് പുറത്തിറങ്ങി നടക്കണം. അത് എന്റെ പുറത്ത് ചവിട്ടിക്കൊണ്ട് വേണ്ടാന്നേ. എന്തിനാ മക്കളെ നിങ്ങൾ ഇങ്ങനെ വഴക്കിടുന്നത്? ജേർണലിസത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള എത്രയോ പേരുണ്ട് നമ്മുടെ പത്രത്തിൽ. മുത്തശ്ശിയുടെ കാലയുടെ ഒരു ഭാഷ അറിയാമെന്ന് എഴുത്തുപുര മുറ്റത്ത് പറയാം, ഒരു സ്ഥാപനത്തിൽ പറയാൻ പറ്റില്ല. വാട്ട് ഈസ് ദിസ് ബേസിക് ക്വാളിഫിക്കേഷൻ? അക്ഷരശുദ്ധി, ആത്മാർത്ഥത, നട്ടല്ലും. എന്താ ജീവി എഴുത്തുവരെ പണിപ്പുരയിലാണോ? മഹാഭാരത അല്ല, രാമായണം. ബെസ്റ്റ്. നിനക്ക് പുതിയ ഒരു തൂലികാ നാമം തരാം, എഴുത്തുപുര ജീവി. സുധു, വേഗം വന്നേ. ഇന്നലെ ലീവ് ആപ്ലിക്കേഷൻ എഴുതി കൊടുത്തില്ല എന്ന് പറഞ്ഞ് MD തമ്പുരാൻ വാളും കുലിക്ക് നിപ്പുണ്ട്. കുഞ്ഞുച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരണേ, നല്ല പുഴമീൻ കിട്ടിയിട്ടുണ്ട്. എന്റെ അമ്മായിയായിട്ടാണോ അതോ എഴുത്തുപുര വീട്ടിലെ എക്സ് അടുക്കളക്കാരിയായിട്ടാണോ ഈ വിളി? കുഞ്ഞ് എത്ര കളിയാക്കിയാലും ഞാൻ അവിടുത്തെ അടുക്കളക്കാരി തന്നെയാ. അമ്മായി അടുക്കളക്കാരിയായിട്ട് നിന്നാ മറ്റുള്ളവരും അങ്ങനെ കാണൂ. വല്യമ്പ്രാറ്റ് ഒരിക്കലും എന്നെ അങ്ങനെ കണ്ടിട്ടില്ല. ചെയ്ത തെറ്റിന് കുഞ്ഞിന്റെ അമ്മാവൻ തമ്പുരാനെ കൊണ്ട് എന്റെ കഴുത്ത് താലി കെട്ടിച്ചില്ലേ, ആ സ്നേഹം വലുതാ കുഞ്ഞേ. അതൊക്കെ ഒരുപാട് പറഞ്ഞ് ചെറുതാക്കണ്ട. ഞാൻ മുത്തശ്ശിയുടെ കാര്യമല്ല പറഞ്ഞ്. എന്റെ അമ്മ പാർവതി തമ്പുരാട്ടിക്ക് വലിയ കനവല്ലേ അമ്മായിയെ കാണുമ്പോ? ഓപ്പോസിറ്റ് ശക്തിയുള്ള ഒരു നാത്തൂൻ ഇല്ലാത്തത് കൊണ്ടാണ് എന്റെ അമ്മ നടക്കുമ്പോ എഴുത്തുപുര വീട് കിടന്ന് കുലുങ്ങുന്നത്. ചെറിയമ്പ്രാറ്റ് പാവോ കുഞ്ഞേ. എടാ, നീ എന്റെ പേന എടുത്തോ. എനിക്കാരുടെയും പേന ആവശ്യമില്ല. എനിക്ക് സ്വന്തമായ ഒരു പേനയുണ്ട്, ഒരു ശൈലിയും. ഒറ്റ അടി വെച്ചെന്നുണ്ടല്ലോ മനുഷ്യന്റെ പോലെ സംസാരിക്കടാ. പൊടിയും വളർത്തി അടക്കവൻ. ഇതൊക്കെ ഒന്ന് വെട്ടിക്ക് അമ്മായി. രാമോട്ടൊന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടോ? ഇന്നേ വരെ ഈ മുറ്റത്ത് മുദ്രാവാക്യവും സത്യാഗ്രഹവും ഒന്നും ആരും നടത്തിയിട്ടില്ല. എന്റെ മോളുടെ കല്യാണ ഫോട്ടോ അച്ചടിച്ചു വന്നില്ലെങ്കിൽ അതിന്റെ കുറവ് ഞാനങ്ങ് സഹിച്ചോളാം. ഇവിടെ രാമേട്ടന്റെ നിസ്സാരമായ കല്യാണ ഫോട്ടോ ഒന്നും അല്ല പ്രശ്നം. ഇത് മാനേജ്മെന്റ് പുതിയ മൂരാച്ചിനെ നടപ്പിലാക്കുന്നതിന്റെ സൂചനയാ. അത് മുളയിലെ നുള്ളയില്ലെങ്കിൽ ആപത്താ. വാസുവട്ട മേനോ അദ്ദേഹത്തെ കാണാൻ പോയിരിക്കല്ലേ, അതിനുമുമ്പ് എന്തിനാ ഈ സമരം എങ്കിലാവുളിയൊക്കെ? പോറ്റി, താനവരുടെ മേൽശാന്തിയോ കീഴ്ശാന്തിയോ ആയിരിക്കാം. ഇവിടുത്തെ പ്രൂഫ് റീഡർ ആണെങ്കിൽ തൊഴിലാളികളോട് നിൽക്കണം. രാമൻ നായർക്ക് പരാതിയൊന്നുമില്ല സർ. ഞാൻ സ്പേസ് പോലും മാർക്ക് ചെയ്ത് കൊടുത്താണല്ലോ വരരെ. എഴുത്തുപുര വീടും ഈ പത്രത്തിന്റെ പാരമ്പര്യവും ഒന്നും മനസ്സിലാക്കാത്ത ചെറുപ്പക്കാരാ ഈ മുദ്രാവാക്യം വിളിക്കുന്നേ. ജേക്കബേ, ഇന്നലെ ഡെസ്കിൽ ആരായിരുന്നു? ഞാനായിരുന്നു സാർ. രാമൻ നായരുടെ മകളുടെ വെഡിങ് മാറ്റർ എങ്ങനെയാ മിസ്സായത്? സാർ അത് കൊടുക്കണ്ടെന്ന് ആര് പറഞ്ഞു? ആര് പറഞ്ഞെന്ന്? വി വിൽ ഹാവ് ടു ഫേസ് ഇറ്റ് മാഡം. ഇതുപോലെ കുറെ പണിമുടക്കുകൾ കണ്ടിട്ടുള്ളവനാ ഞാൻ. എല്ലാം പുല്ല് പോലെ പൊട്ടിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. ഈ മാറ്റർ പ്രിന്റ് ചെയ്യണ്ടെന്ന് ആരാ തീരുമാനിച്ചത്? 15,000 രൂപയുടെ സ്പേസ് കളഞ്ഞ് ഇത്തരം സൗജന്യങ്ങൾ ഇനിയും നമ്മുടെ പത്രത്തിൽ ചെയ്യേണ്ട കാര്യമില്ല. ഞാനും അനന്തരാമനും ആലോചിച്ച ആ മാറ്റർ അവോയ്ഡ് ചെയ്ത്. ഈ മാറ്ററിന്റെ വില നിനക്ക് മനസ്സിലാവില്ല. ഇന്നലെ വരെ 15,000 രൂപയേക്കാൾ വലുതായിരുന്നു ഇവിടെ തൊഴിലാളികളും മാനേജ്മെന്റും തമ്മിലുള്ള ബന്ധം. ഒരു സ്റ്റാഫിന്റെ മകളുടെ കല്യാണ അനൗൺസ്മെന്റ് നമ്മുടെ പത്രത്തിൽ അച്ചടിച്ചു വരിക എന്നുള്ളത് ഇതുവരെ തെറ്റാത്ത കീഴ്വഴക്കമാണ്. പിന്നെ ഞാൻ ഫിക്സ് ചെയ്ത മാറ്റർ എന്നെ അറിയിക്കാതെ മാറ്റാൻ കാരണം? എക്സ്ക്യൂസ് മീ സാർ, പത്രാധിപര് ന്യൂസിന്റെ എഡിറ്റോറിയലിന്റെയും കാര്യം മാത്രം ശ്രദ്ധിച്ചാ പോരെ? പരസ്യത്തിന്റെ ചാർജ് എനിക്കല്ലേ സാർ? ഈ പത്രത്തിന്റെ പാരമ്പര്യം തെറ്റിച്ച് പരസ്യം അച്ചടിക്കാൻ തനിക്ക് ആരോട് അധികാരം തന്നത്? അച്ഛാ, ഹീസ് അവർ അഡ്വർടൈസ്മെന്റ് മാനേജർ. നോ, ഹി ഈസ് യുവർ മാനേജർ. നിന്റെ വിവരക്കേട് മാനേജ് ചെയ്യാൻ നീ ബോംബെയിൽ നിന്നും കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന സഫാരി കോലം. പരസ്യ കോമാളി, താൻ മാനേജ് ചെയ്ത് കുത്തുവാളടിപ്പിച്ച കമ്പനികളുടെ മുഴുവൻ ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട്. അതിവിടെ നടക്കില്ല. ഇവിടെ അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്കിരുന്ന് ജോലി ചെയ്തോണം, മനസ്സിലായോ? ഇത് ഇത്ര വലിയ ഇഷ്യൂ ഒന്നും ആക്കേണ്ട കാര്യമില്ല. ഇഷ്യൂ ആയി കഴിഞ്ഞു. എന്റെ അച്ഛൻ കൊടുത്ത മാറ്റർ എടുത്തുകളാൻ നീ ആരാടാ ചെറ്റ്? അനിയൻകുട്ടാ, അമ്മ മിണ്ടായിരുന്നോണം. അമ്മയ്ക്ക് ഭരിക്കാൻ ഇത് വിമൻസ് ക്ലബ് ഒന്നുമല്ല. ധർമ്മക്കഞ്ഞി വിളമ്പുന്ന അമ്മയുടെ ഫോട്ടോ എടുത്ത് മാറ്റിയിട്ട് രാമേട്ടന്റെ മോടെ കല്യാണ ഫോട്ടോ പ്രിന്റ് ചെയ്യായിരുന്നല്ലോ മാനേജിംഗ് ഡയറക്ടറെ. Shut up! This is my office. You are only a sub-editor. Mind it. പോടോ പുങ്ങൻ തമ്പുരാനെ.
ഈ കസേരയിലിരുന്ന് കറങ്ങി ലോകം കാണാൻ താഴ്ത്തിറങ്ങിച്ച് നോക്ക്. നമ്മുടെ പത്രത്തിന് വേണ്ടി വർഷങ്ങളായി ജോലി ചെയ്തവരാ ഇപ്പൊ മനസ്സ് മേടിച്ച് മാറിയിരിക്കുന്നത്. എന്റെ ഒടുക്കത്തെ MBA മാനേജ്മെന്റ് കപ്പാസിറ്റി കേൾക്കുന്നില്ലേ? മലയാള ശബ്ദം മുടങ്ങി, മിന്നൽ പണിമുടക്ക്. സാർ, എന്താണോ? എന്റെ കല്യാണമാണ്. അത് ഞാൻ തോണം. സാറ് വരണം. ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളമാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. എന്താ? മലയാള ശബ്ദം പത്രം ചീഞ്ഞ് നമ്മുടെ പത്രത്തിന് വളമായി. ഇനി വെച്ചടി കേട്ടവാ. അച്ചടി കുറെ കൂടെ ശ്രദ്ധിക്കണം. വളം മാത്രം വന്നോണ്ട് കാര്യമായില്ലേ.